അയാൾ അങ്ങനെ രാധിക വരുണിനോട് ചോദിക്കുന്നുണ്ട്, അല്ല ഇനി എൻ്റെ അമ്മനെ ആരാധിക്കുന്ന ആരെങ്കിലും ആ ഒരു മെൻ്റൽ ഹോസ്പിറ്റലിൽ ഉണ്ടെങ്കിലോ, അങ്ങനെ ആരെങ്കിലുമൊക്കെ ഉണ്ടാവില്ലേ? എൻ്റെ അമ്മ എന്ന് പറയുന്ന ലോക പ്രശസ്തിയല്ലേ, അപ്പോൾ ആരെങ്കിലുമൊക്കെ ഉണ്ടാവില്ലേ, അവർക്ക് പുറം ലോകത്തെ അറിയിക്കണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടാവില്ലേ എന്നൊക്കെ വരുണിനോട് അങ്ങ് ചോദിക്കുകയാണ്. അപ്പോൾ വരുണ് പറയുന്നുണ്ട്, എടി അങ്ങനെ ആരെങ്കിലുമൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ അവരതിന് സമ്മതിക്കും, അതിന് സമ്മതിക്കാത്ത വിധം അവരവിടെ പിടിച്ച് വെച്ചിട്ടുണ്ടാവില്ലേ, അങ്ങനെയുള്ള ആരെങ്കിലുമൊക്കെ അവരെ പിന്നെ ഇതുപോലുള്ള ഹോസ്പിറ്റലിലൊക്കെ എടുക്കുമോ, അങ്ങനെയൊക്കെ ഒന്ന് ചിന്തിച്ച് നോക്ക് എന്നൊക്കെ ഇങ്ങനെ പറയാണ്. അപ്പോൾ ഈ രാധിക ഇങ്ങനെ പറയുന്നുണ്ട്, അല്ല നമ്മളിപ്പോൾ എന്തായാലും അവിടെ ഒന്ന് അന്വേഷിക്കാനും പോയി, പോലീസിൻ്റെ ഒരു അന്വേഷണം എല്ലാം നടന്ന്, ഇനി അതൊക്കെ സംഭവിച്ചത് കൊണ്ട് തന്നെ അവരിനി എൻ്റെ അമ്മനെ എന്തെങ്കിലുമൊക്കെ ചെയ്യുമോ, ആ ഒരു ദേഷ്യം മൊത്തം അമ്മനോട് തീർക്കുമോ എന്നുള്ള കാര്യമൊക്കെ ഈ വരുണിനോട് അങ്ങ് ചോദിക്കുകയാണ്. അപ്പോൾ വരുണ് പറയുന്നുണ്ട്, നിൻ്റെ അമ്മ എന്ന് പറയുന്നത് ദൈവം തൊട്ട ഒരു സ്ത്രീയാണ്, ദൈവം തൊട്ട ഒരു സ്ത്രീനെ മറ്റു ആർക്കും തൊടാൻ കഴിയില്ല, അതുകൊണ്ട് കുറച്ച് കാലമൊക്കെ വേണമെങ്കിൽ നിൻ്റെ അമ്മനെ അവർക്ക് തടഞ്ഞു വെക്കുക, ഉപദ്രവിക്കുകയൊക്കെ ചെയ്യാം, പക്ഷേ അവർക്ക് എന്തായാലും നിൻ്റെ അമ്മനെ കൊല്ലാൻ കഴിയില്ല. അതുപോലെ തന്നെയാണ് നിൻ്റെ അമ്മയുടെ ശബ്ദം ഒരുപാട് ആളുകൾ ആഗ്രഹിക്കുന്ന ഒരു ശബ്ദമാണ്, അത് അങ്ങനെയൊന്നും അടഞ്ഞു പോകില്ല. ഒരിക്കൽ നീ നിൻ്റെ അമ്മയെ കണ്ടെത്തും, ഒന്നുകിൽ നിൻ്റെ അമ്മയുടെ അടുത്ത് നീ എത്തും, അല്ലെങ്കിൽ നിൻ്റെ അടുത്തേക്ക് നിൻ്റെ അമ്മ തന്നെ എത്തും. അങ്ങനെ നിങ്ങൾ പരസ്പരം എന്തായാലും കാണും. ആദ്യം ഒരുപാട് കഷ്ടപ്പാടുണ്ടെങ്കിൽ അവസാനം നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് കൂടും എന്നുള്ള കാര്യം ഇങ്ങനെ വരുന്നു പറയാണ്. അപ്പോൾ രാധികയ്ക്ക് ഈ വാക്കുകളൊക്കെ കേൾക്കുമ്പോൾ ഭയങ്കര ഒരു ആശ്വാസം വരികയാണ്. അപ്പോൾ തന്നെ അവളിങ്ങനെ പറയുന്നുണ്ട്, വരുൺ നീ ഇങ്ങനെ പറയുന്ന ഓരോ കാര്യങ്ങളൊക്കെ കേൾക്കുന്നത് അത് തന്നെയാണ് എൻ്റെ ഏറ്റവും വലിയ ബലവും എൻ്റെ ഏറ്റവും വലിയ ധൈര്യമൊക്കെ അത് തന്നെയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അവൻ്റെ ഷോൾഡറിൽ അങ്ങനെ അവളങ്ങനെ ചാരി കിടക്കാണ്. പിന്നെ കണിമംഗലത്ത് ആ പൂജയൊക്കെ തുടങ്ങിയിരിക്കുകയാണ്. അപ്പം പൂജയ്ക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ സെറ്റ് ചെയ്യുന്നുണ്ട് പൂജാരിയും, പിന്നെ അതുപോലെ അയാളുടെ ഒരു അസിസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരാളും കൂടി ഉണ്ട്. അപ്പോൾ ഇവരിങ്ങനെ ഓരോ പൂക്കളൊക്കെ അങ്ങനെ വിതറിയുന്നുണ്ട്, പിന്നെ വിളക്ക് തെളിച്ചിട്ട് അങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ അവിടെ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിനുള്ള കർമ്മങ്ങളൊക്കെ ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പക്ഷേ നമ്മുടെ ഈ ഉർവശി എന്ന് പറയുന്നത് ഗൗതമിൻ്റെ റൂമിൽ ഇങ്ങനെ ഇരുന്നുകൊണ്ടിരിക്കുകയാണ്. അവനോട് ഇങ്ങനെ സംസാരിക്കുകയാണ്, അവനോട് ഇങ്ങനെ പറയുന്നുണ്ട്, ഞാൻ എന്തായാലും ആ പൂജയ്ക്ക് പങ്കെടുക്കുന്നില്ല, അല്ലെങ്കിൽ ഞാനിപ്പോൾ പങ്കെടുത്തിട്ട് എന്താ കാര്യം, ഞാൻ ഇവിടെ തന്നെ ഇരിക്കുകയാണ് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് താഴെ പോകാതെ അവിടെ തന്നെ ഇങ്ങനെ ഇരുന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഈ ചന്ദ്രശേഖരനും സേറെ ഇങ്ങനെ കൂടി പറയുന്നുണ്ട്, അല്ല ഇനി അവർ വന്നില്ലെങ്കിലോ എന്നൊക്കെ ഇങ്ങനെ അവരിങ്ങനെ ടെൻഷൻ പറയുന്നുണ്ട്. അപ്പോൾ ഈ ചന്ദ്രശേഖരൻ പറയുന്നുണ്ട്, സാർ എങ്ങനെ ടെൻഷൻ ആവുമൊന്നും വേണ്ട, അവരെന്തായാലും എത്തിക്കോളും എന്നുള്ള കാര്യമൊക്കെ തന്നെ പറയാണ്. അപ്പോൾ ഈ സംസാരിക്കുന്നതിൻ്റെ ഇടയിൽ ഈ ചന്ദ്രശേഖരനും സേറയും കൂടിയിട്ട് നേരെ ഈ റൂമിലേക്ക് അങ്ങ് കയറി വരുന്നുണ്ട്. അപ്പോൾ തന്നെ സാറേ ഈ ഉർവശിനോട് ചോദിക്കുന്നുണ്ട്, അല്ല ഉർവശി, നിന്നോട് ഞാൻ ഇന്ന് തന്നെ രാധികനും ഈ ചന്ദ്രുവിൻ്റെ അമ്മനെ ഇവിടെ എത്തിക്കണം എന്നുള്ള കാര്യം ഞാൻ പറഞ്ഞതല്ലായിരുന്നോ എന്നൊക്കെ ഇങ്ങനെ പറയാണ്. അപ്പോൾ തന്നെ ഉർവശി അതിന് മറുപടിയായിട്ട് ഒരു പേടിയും കൂടാതെ അങ്ങ് സംസാരിക്കാൻ, അതിന് ഞാൻ മറുപടിയായിട്ട് അവർ വരില്ല എന്നും പറഞ്ഞിരുന്നു എന്നൊക്കെ പറയുന്നത്. അപ്പോൾ സാറ പറയുന്നുണ്ട്, എന്തുകൊണ്ട് വരില്ല, ഞാൻ നിന്നോട് നിർബന്ധമായിട്ട് അവരിവിടെ എത്തിയിരിക്കണം എന്നുള്ള കാര്യം ഞാൻ പറഞ്ഞിരുന്നു എന്നൊക്കെ ഇങ്ങനെ പറയാണ്. അപ്പോൾ ഉർവശി തിരിച്ചങ്ങ് പറയാണ്, എനിക്ക് അതിന് സൗകര്യമില്ല എന്നൊക്കെ പറയാണ്. അപ്പോൾ അതങ്ങ് കേൾക്കുമ്പോൾ പിന്നെ സാറൊക്കെ ഭയങ്കരമായിട്ട് ദേഷ്യം വരാണ്. സാറ എന്ത് പറഞ്ഞടി എന്നൊക്കെ പറഞ്ഞിട്ട് ഈ ഉർവശിനെ അങ്ങ് തല്ലാൻ പോകുകയാണ്. അപ്പോൾ ആ ഒരു കാഴ്ച കണ്ടിട്ട് ഈ ഗൗതം പെട്ടെന്ന് തന്നെ സേറയുടെ കൈക്ക് അങ്ങ് കയറി പിടിക്കുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, തൊട്ട് പോകരുത് എൻ്റെ അമ്മനെ തല്ലരുത് എന്നുള്ള കാര്യം ഇവൻ അങ്ങ് തുറന്നടിച്ച് അങ്ങ് പറയാണ്. അപ്പോൾ ഈ സേറ അങ്ങ് അവിടെ സ്റ്റക്കായി നിൽക്കുന്ന സമയത്ത് ഈ ചന്ദ്രശേഖരൻ നേരെ വന്നിട്ട് ഗൗതമിൻ്റെ മുഖത്തിട്ട് ഒറ്റ അടി അങ്ങ് വെച്ച് കൊടുക്കുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, നീ സേറയോട് ഉയർത്തി സംസാരിക്കാനായ നിൻ്റെ ശബ്ദം എന്നൊക്കെ ചോദിച്ചിട്ട് അവനോട് അങ്ങ് കയർത്ത് സംസാരിക്കുകയാണ്. സേറയാണ് ഈ വീടിൻ്റെ അവകാശി, നീക്ക് ഇവിടെ ഈ സേറയുടെ താഴെ ഇങ്ങനെ നിൽക്കുന്ന ഒരാൾ മാത്രമാണ്, അതുകൊണ്ട് സേറനോട് ഇനി മുതൽ ശബ്ദം ഉയർത്തി സംസാരിക്കാൻ പാടില്ല, നിനക്ക് ആരാന്ന് ഇവൾ അറിയില്ലേ എന്നൊക്കെ അങ്ങനെ ചോദിച്ചിട്ട് അവനോട് ഭയങ്കരമായിട്ട് അങ്ങ് ഷൗട്ട് ചെയ്യാണ്. എന്നിട്ട് ഈ ചന്ദ്രശേഖരൻ വീണ്ടും അവനോട് അങ്ങ് പറയുന്നുണ്ട്, നീ എങ്ങാനും നിൻ്റെ അമ്മനെ അങ്ങ് സപ്പോർട്ട് ചെയ്ത് അമ്മനെ ഈ വീട്ടിൽ നിന്ന് ഇറക്കി വിടുന്ന സമയത്ത് നീ നിൻ്റെ അമ്മനെയും കൊണ്ട് ഇവിടെ തെരുവിൽ അങ്ങ് തെണ്ടേണ്ടി വരും, ഇനി തെണ്ടാനുള്ള ആരോഗ്യം പോലും നിനക്കുണ്ടോ, ഇല്ല കൈ ഒടിഞ്ഞ് കിടന്നിട്ട് നീ എങ്ങനെ ഈ ഒരു അവസ്ഥയിൽ തെണ്ടും എന്നൊക്കെ ഇങ്ങനെ ചോദിച്ച് അവനോട് ഭയങ്കരമായിട്ട് ശകാരിക്കുകയാണ്. ആ സമയത്ത് അവൻ്റെ തല അങ്ങ് താഴ്ന്നു നിൽക്കുന്നൊക്കെ ഉണ്ട്. എന്നിട്ട് ഈ സേറ അങ്ങ് പറയുന്നുണ്ട് ഈ ഉർവശിനോട്, അതെ നിന്നോട് ഞാൻ പറഞ്ഞതാണ് അവർ രണ്ടുപേരും ഇവിടെ എത്തിക്കണം, അല്ലെങ്കിൽ കണിമംഗലം വിട്ട് പുറത്ത് പോകണമെന്ന്, നീ അവർ രണ്ടുപേരും എത്തിച്ചില്ല, അതുകൊണ്ട് നീ ഇപ്പോൾ തന്നെ കണിമംഗലം വിട്ട് അങ്ങ് പുറത്ത് പോകണം, എല്ലാം എടുത്ത് അങ്ങ് ഇറങ്ങിക്കോ എന്ന് അങ്ങ് അവളോട് അങ്ങ് പറയാണ്. അപ്പോൾ ആ ഒരു സമയത്ത് ഉർവശിക്ക് ഭയങ്കര ടെൻഷൻ ആവുകയാണ്. കാരണം അവിടെ നിന്ന് ഇറങ്ങിയാൽ ഇനി മറ്റൊരിടത്തേക്ക് പോകാൻ അവൾക്ക് ആരുമില്ല, എവിടേക്കും പോകാനുള്ള ഒരു സ്ഥലവുമില്ല. അപ്പോൾ തന്നെ ഈ ചന്ദ്രശേഖരൻ്റെ മുഖത്തേക്ക് അവളങ്ങ് തോക്കുകയാണ്. എങ്ങനെയെങ്കിലും ഒരു ദയനീയത അവൻ്റെ മുഖത്തിൽ നിന്ന് വന്ന് ഇവിടെ നിന്നോ എന്നെങ്കിലും പറയുമോ എന്നൊക്കെ വിചാരിച്ചിട്ടാണ് ഉർവശി അങ്ങനെ ഈ ചന്ദ്രശേഖരൻ്റെ മുഖത്തേക്ക് അങ്ങ് നോക്കുന്നത്. അപ്പോൾ ആ സമയത്ത് ചന്ദ്രശേഖരൻ പറയുന്നുണ്ട്, ഉർവശി എന്നെ നോക്കിയിട്ട് കാര്യമൊന്നുമില്ല, സേറ പറഞ്ഞത് കേട്ടില്ലേ, സേറ പറഞ്ഞത് തന്നെ ഇവിടെ നടക്കുള്ളൂ എന്നുള്ള കാര്യം അങ്ങ് പറയാണ്. അപ്പോൾ പിന്നെ ഉർവശി പെട്ടെന്ന് തന്നെ അവളുടെ റൂമിലേക്ക് അങ്ങ് പോവുകയാണ്, ഇവിടുന്ന് സാധനങ്ങളൊക്കെ എടുത്ത് അങ്ങ് പുറത്തിറങ്ങാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇവൾ പോയി കഴിഞ്ഞതിന് ശേഷം ചന്ദ്രശേഖരന് നേരെ ഗൗതമിനോട് പറയുന്നുണ്ട്, എടാ നിനക്ക് ഈ സേറനെ കുറിച്ച് ഏറ്റവും നന്നായി ആദ്യം അറിയുന്നത് നിനക്കാണ്, എന്നെക്കാട്ടിലും അല്ലെങ്കിൽ മറ്റാരെക്കാട്ടിലും ആദ്യം നീ ഇവളുടെ കഴിവ് കണ്ടതും
ഇവളുടെ പവർ തിരിച്ചറിഞ്ഞതൊക്കെ നീയാണ്. പിന്നെ അങ്ങനെയുള്ള നീ എന്തിനാണ് ഇവളെ ഇങ്ങനെ ധിക്കരിച്ചത് എന്നുള്ള കാര്യമൊക്കെ അവനോട് അങ്ങ് പറയണേ. ഇനി മേലാൽ ഇങ്ങനെ ആവർത്തിക്കരുത് എന്നൊക്കെ അവനൊരു വാണിങ്ങും കൊടുത്തിട്ട് അവർ രണ്ടുപേരും അവിടെ നിന്ന് അങ്ങ് പോകുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സമയത്ത് ഈ ഉർവശി പെട്ടെന്ന് തന്നെ അവളെ അവിടെ നിന്ന് അങ്ങ് പുറത്തിറങ്ങി അവിടെ ഗേറ്റിനടുത്ത് അങ്ങനെ പറ്റി പിടിച്ച് നിൽക്കുകയാണ്. കാരണം ഇനി എങ്ങോട്ട് പോകും എന്നുള്ളൊരു ചോദ്യചിഹ്നത്തിൽ അങ്ങനെ പുറത്ത് അങ്ങനെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഈ സമയത്ത് കൽപ്പന നേരെ ഈ രാധികയ്ക്ക് അങ്ങ് വിളിക്കുകയാണ്. അപ്പോൾ രാധികയാണെങ്കിൽ അവിടെ ഭക്ഷണ പൊതികളൊക്കെ വിതരണം ചെയ്ത് തിരിച്ചിങ്ങനെ വീട്ടിലേക്ക് കയറുന്ന സമയത്താണ് ഈ കൽപ്പനയുടെ കോൾ അങ്ങ് കാണുന്നത്. അപ്പോൾ ഇവള് എടുത്തിയാണോ എന്നൊക്കെ വിചാരിച്ചിട്ട് ഫോൺ എടുത്തിട്ട് എടുത്തി പറയൂ എന്നൊക്കെ ഇങ്ങനെ പറയണേ. അപ്പോൾ ഈ കൽപ്പന പറയുന്നുണ്ട്, എടി രാധികെ, നിനക്ക് ഇവിടെ നടക്കുന്ന എന്തെങ്കിലുമൊക്കെ അറിയോ, ഇവിടെ എന്തൊക്കെ സംഭവിക്കുന്നത് നിനക്ക് അറിയോ എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചിട്ട് എല്ലാ കാര്യങ്ങളും അവളോട് അങ്ങ് പറയണം. ഇങ്ങനെ പൂജയ്ക്ക് നിങ്ങൾ രണ്ടുപേരും അമ്മയും നീയും വരാത്തത് കൊണ്ട് ചെറിയമ്മേനെ വീടിൻ്റെ പുറത്തിറക്കിയിരിക്കുകയാണ്. സേറയാണ് കൽപ്പിച്ചതെങ്കിലും കൂടെ നിൽക്കുന്ന എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുന്ന ആളും അതിന് മൗനസമ്മതം കൊടുത്തിരിക്കുകയാണ് എന്നുള്ള കാര്യമൊക്കെ പറയണം. അപ്പോൾ ഈ രാധിക ചോദിക്കുന്നുണ്ട്, അല്ല അപ്പോൾ ചെറിയമ്മ എങ്ങോട്ടാണ് പോയത് എന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പോൾ ഈ കൽപ്പന പറയുന്നുണ്ട്, എങ്ങോട്ടും പോയിട്ടൊന്നുമില്ല, ഗേറ്റിനടുത്ത് അങ്ങനെ പറ്റി പിടിച്ച് നിൽക്കുന്നുണ്ട്, വേറെ എങ്ങോട്ടും പോകാനുള്ള വഴിയൊന്നും ഇല്ലല്ലോ, അപ്പോൾ എങ്ങോട്ടാണ് പോകേണ്ടതെന്നൊന്നും അറിയാതെ ആ ഗേറ്റിനടുത്ത് അങ്ങനെ അങ്ങനെ നിൽക്കുന്നുണ്ട്. കണ്ടിട്ടും ഇങ്ങനെ പാവം തോന്നുന്നുണ്ട്, ഒരുപാട് കരഞ്ഞിട്ടാണ് ഇറങ്ങിപ്പോയത് എന്നുള്ള കാര്യമൊക്കെ ഇങ്ങനെ ഈ കൽപ്പന പറയാണ്. മാത്രമല്ല ഈ ചെറിയമ്മ ഒരുപാട് തെറ്റുകൾ ചെയ്തിട്ടുണ്ടല്ലോ, അതിനുള്ള ശിക്ഷകളൊക്കെ ഇപ്പോൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്, അതുകൊണ്ടായിരിക്കും ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്. അതുപോലെ തന്നെ ആയിരിക്കും എൻ്റെ അവസ്ഥ. ഇനി എനിക്ക് വരാനുള്ള ശിക്ഷകൾ എന്തൊക്കെയാണെന്ന് എനിക്കറിയില്ല. കാരണം ഞാനും ചെറിയമ്മയുടെ കൂടെ ഒരുപാട് ദ്രോഹങ്ങളൊക്കെ ചെയ്തതാണ്. അതുകൊണ്ട് ചെറിയമ്മക്ക് കിട്ടുന്ന ശിക്ഷ പോലെ എനിക്കും വേണമെങ്കിൽ കിട്ടുമായിരിക്കും ശിക്ഷകളൊക്കെ. അതുകൊണ്ട് ഞാനും ഇങ്ങനെ കാത്തിരിക്കുകയാണ് എനിക്ക് വരുന്ന ഒരു ശിക്ഷയ്ക്കും വേണ്ടിയിട്ട് എന്നുള്ള കാര്യം ഇങ്ങനെ കൽപ്പന പറയാണ്. അപ്പോൾ ഈ രാധിക പറയുന്നുണ്ട്, ഏടത്തി അങ്ങനെയൊന്നും ചിന്തിക്കരുത്, അങ്ങനെയൊന്നും ഉണ്ടാവില്ല എന്നൊക്കെ ഇങ്ങനെ അവളോട് ഇങ്ങനെ പറയാണ്. എന്തായാലും നീ ഇങ്ങനെ ടെൻഷൻ ആകൊന്നും വേണ്ട, ഞാൻ എന്തായാലും അങ്ങോട്ട് വരാം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് അവൾ അങ്ങ് ഫോം വെക്കുകയാണ്. അപ്പോൾ ഈ കൽപ്പന ഓക്കെ എന്നൊക്കെ പറഞ്ഞിട്ട് അവളും ഫോം വെക്കുന്നുണ്ട്. അപ്പോൾ ഈ സമയത്താണെങ്കിൽ ഈ ഉർവശി അവിടെ ഇരുന്ന് ഇങ്ങനെ ടെൻഷൻ അടിച്ചിട്ട് ആ മകനെ അങ്ങ് വിളിക്കുകയാണ്, ഗൗതമിനെ. അപ്പം ഗൗതമിന് ഫോൺ എടുക്കുന്ന സമയത്ത് ഈ ഗൗതമിനോട് പറയുന്നുണ്ട്, എടാ അച്ഛൻ ഒരുപാട് മാറിയിരിക്കുന്നു, അച്ഛൻ ഒരുപാട് മാറ്റങ്ങളാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. പഴയ അച്ഛനെ അല്ല അച്ഛനെ. ഒന്നും ഇല്ലാതിരുന്ന സമയത്തൊക്കെ ഞാനും നീയൊക്കെ എൻ്റെ അച്ഛനെ ഏറ്റവും വലിയ ആൾക്കാരായിരുന്നു. ഇപ്പം ഞാനിന്ന് പറയുന്നത് ഒന്നിനും കൊള്ളാത്ത ഒരു സ്ത്രീ ആയിട്ടാണ് അച്ഛൻ എന്നെ കാണുന്നത്. ഒരുപാട് ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും എല്ലാം ഒരുമിച്ച് കണ്ട ഒരാളായിരുന്നു എൻ്റെ അച്ഛനെ, അത് എൻ്റെ കൂടെ. നമ്മൾ ഒന്നും ഇല്ലാതിരുന്ന സമയത്തൊക്കെ നമ്മൾ ഒരുപാട് സ്വപ്നങ്ങളൊക്കെ കണ്ട് ആ സമയത്തൊക്കെ അച്ഛന് ഞാൻ വലിയ നല്ലൊരു സ്ത്രീ തന്നെയായിരുന്നു. പക്ഷേ ഇപ്പോൾ എല്ലാം നേടിക്കഴിഞ്ഞപ്പോൾ എന്നെ ഒന്നിനും വേണ്ടാതായി എൻ്റെ അച്ഛന് എന്നുള്ള കാര്യമൊക്കെ ഇങ്ങനെ പറയുകയാണ്. അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ ഗൗതം കേട്ടോണ്ടിരിക്കുന്നുണ്ട്. എടാ ഞാൻ ഇവിടുന്ന് കണിമംഗലത്ത് നിന്ന് പുറത്തായിരിക്കുകയാണ്, ഇപ്പോൾ ഞാനിങ്ങനെ പുറത്ത് നിന്നുകൊണ്ടിരിക്കുകയാണ്, ഞാൻ എന്താ ചെയ്യേണ്ടത് എന്നൊക്കെ ഇങ്ങനെ ഈ ഗൗതമിനോട് അങ്ങ് ചോദിക്കുകയാണ്. അപ്പോൾ ഗൗതം ഇങ്ങനെ പറയുന്നുണ്ട്, അമ്മ എന്നോട് ചോദിച്ചിട്ട് ഞാൻ എന്ത് ചെയ്യാനാണ് എന്നുള്ള കാര്യം ഇങ്ങനെ പറയണം. കാരണം ഗൗതം അമ്മനെ അങ്ങ് കൈ ഒഴിഞ്ഞിട്ടുള്ള രീതിയിലാണ് സംസാരിക്കുന്നത്. അപ്പോൾ ഈ ഉർവശി പറയുന്നത്, അപ്പോൾ ഞാൻ എന്താ ചെയ്യേണ്ടത് എന്നൊക്കെ ഇങ്ങനെ പറയാണ്. അപ്പോൾ ഗൗതം പറയുന്നുണ്ട്, ഞാൻ എന്തായാലും അച്ഛനെ ധിക്കരിച്ചിട്ട് ഒന്നും ഇവിടുന്ന് ചെയ്യാൻ കഴിയില്ല. അമ്മയുടെ അടുത്തേക്ക് ഇങ്ങനെ തെരുവിൽ തെണ്ടാൻ പോകുന്നതിനെക്കാട്ടും നല്ലത് അച്ഛൻ പറയുന്നതൊക്കെ കേട്ട് ഇവിടെ ഇങ്ങനെ ഈ ചന്ദ്രശേഖരൻ്റെ മകനായി നിൽക്കുന്നതല്ലേ, അല്ലാതെ ഉർവശിയുടെ മകനായി നിന്നാൽ എനിക്ക് തെരുവിൽ തെണ്ടേണ്ടി വരില്ലേ. അതിൽ നല്ലത് ഞാൻ മിണ്ടാതെ ഇവിടെ അച്ഛന് പറയുന്നതൊക്കെ കേട്ട് നിൽക്കുന്നതാണ് ബുദ്ധി എന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ അങ്ങനെയുള്ള മണ്ടത്തരങ്ങളൊക്കെ ചെയ്യുന്നതിന് മുന്നേ തന്നെ അച്ഛന് പറയുന്നതൊക്കെ അനുസരിച്ച് ഇവിടെ മിണ്ടാതിരിക്കുന്നതായിരിക്കും നല്ലത്. അതുകൊണ്ട് ഞാൻ എന്തു പറയാനാണ് അമ്മനോട് എന്നൊക്കെ ഇങ്ങനെ പറയണം. അപ്പോൾ ഉർവശിക്ക് അങ്ങ് ദേഷ്യം വരുന്നുണ്ട്. ആഹാ, നീയും ഇപ്പം എന്നാ കൈ ഒഴിയണം, അപ്പോൾ എൻ്റെ വാക്കിനൊരു വിലയില്ലേ, ഞാൻ നിൻ്റെ അമ്മയല്ലായിരുന്നോ, ഞാൻ ഏറ്റവും കൂടുതൽ സ്നേഹിച്ചതും എല്ലാം നിന്നെയായിരുന്നു, നിന്നെയും അച്ഛനെയും എല്ലാം ഞാൻ വിശ്വസിച്ച് ഏൽപ്പിച്ച്, പക്ഷേ എല്ലാവരും ആവശ്യം വന്ന സമയത്ത് എൻ്റെ കൂടെ നിന്നില്ല എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് അവരുടെ ആ ഒരു സംഘമൊക്കെ ഫുള്ളങ്ങ് പറയണം. കാരണം ഇതുവരെ ഏറ്റവും വലിയ ഒരാളായി കണ്ടിരുന്ന സ്വന്തം മകന് വരെ ഇപ്പോൾ കൈ ഒഴിഞ്ഞിരിക്കുകയാണ്. അവനും അവൻ്റെ ആവശ്യങ്ങൾക്ക് അവൻ്റെ സൗകര്യത്തിന് വേണ്ടിയിട്ട് അച്ഛൻ പറയുന്നത് അനുസരിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് അമ്മനെ വീണ്ടും അങ്ങ് കൈ ഒഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ആ ഒരു ദേഷ്യം മൊത്തം അവനോട് അങ്ങ് തീർത്തിട്ട് പെട്ടെന്ന് തന്നെ ഫോൺ വെക്കുകയാണ്. എന്നിട്ട് ഉർവശി ഇങ്ങനെ ഭയങ്കര നിരാശയായിട്ട് നിൽക്കുകയാണ്. ഇനി ആരാപ്പം ഒന്ന് രക്ഷിക്കാനും കൂടി ആരും ഇല്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ നിൽക്കുന്ന സമയത്തുണ്ടാകും പുറത്ത് ഒരു ഓട്ടോ അങ്ങ് വന്ന് നിൽക്കുകയാണ് ആ റോഡരികിൽ. അപ്പോൾ ഇത് ആരാണ് എന്നൊക്കെ വിചാരിച്ച് ഉർവശി അങ്ങനെ നോക്കുന്ന സമയത്ത് അത് രാധികയും മുത്തശ്ശിയായിരിക്കും. അപ്പോൾ ആ ഒരു കാഴ്ച കണ്ടിട്ട് ഈ ഉർവശിക്ക് ഭയങ്കരമായിട്ട് അങ്ങ് സന്തോഷം വരികയാണ്. കാരണം ഇവരാണ് ഇനി രക്ഷപ്പെടുത്താനുള്ള രണ്ടാളുകൾ എന്നുള്ള കാര്യം എന്തായാലും ഉർവശിക്ക് അറിയാം. അപ്പോൾ ഇവർ രണ്ട് പേരെയും കാണുമ്പോൾ ഭയങ്കര ഒരു ആശ്വാസം തന്നെ വരികയാണ്. അപ്പോൾ ഈ രാധിക ഇങ്ങനെ ഈ ഉർവശി മുറ്റത്ത് ഇങ്ങനെ പുറത്ത് ആ ഗേറ്റിനടുത്ത് ഇങ്ങനെ നിൽക്കുന്നത് കണ്ടിട്ട് ഇങ്ങനെ അവരോട് ഇങ്ങനെ ചിരിക്കുന്നൊക്കെ ഉണ്ട്. അപ്പോൾ ഇവരും ഭയങ്കരമായിട്ട് സന്തോഷമായിട്ട് ഈ രാധികനെ കണ്ടിട്ട് അങ്ങ് ചിരിക്കുകയാണ്. അപ്പോൾ ഇവർ പൈസ ഒക്കെ ഓട്ടോക്കാരനെ കൊടുത്തിട്ട് നേരെ ഈ ഉർവശിയുടെ അടുത്തേക്ക് അങ്ങ് വരികയാണ്. അപ്പോൾ ഈ
ഉർവശിനെ കാണുന്ന സമയത്ത് ഈ ഉർവശി ഇവരോട് പറയുന്നുണ്ട്, അല്ല അമ്മേ രാധിക മോളെ എന്നൊക്കെ വിളിച്ചിട്ടാണ് അവരുടെ അടുത്തേക്ക് അങ്ങ് ചെല്ലുന്നത്. പക്ഷേ നമ്മുടെ മുത്തശ്ശി വിട്ടുകൊടുക്കുന്നില്ല. മുത്തശ്ശി അറിയുന്നുണ്ട്, അങ്ങനെ കൂടുതൽ അഭിനയൊന്നും വേണ്ട ഉർവശി, നീ ഇവളോട് കാണിച്ച ഏറ്റവും ക്രൂരതകളൊക്കെ ഞങ്ങൾ മറന്നിട്ടൊന്നുമില്ല. നീ ഇവളെ അടിച്ചിറക്കിയ സമയത്തുള്ള നിൻ്റെ എല്ലാ പെരുമാറ്റവും ഒന്നും ഞങ്ങൾ മറന്നിട്ടില്ല. നീ നിൻ്റെ കാര്യം സാധിക്കാൻ വേണ്ടിയിട്ടുള്ള നിൻ്റെ അഭിനയമാണ് ഇതൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് കൂടുതൽ അഭിനയമൊന്നും വേണ്ട എന്നുള്ള കാര്യം ഇങ്ങനെ പറയാണ്. അപ്പോൾ ഈ ഉർവശി പറയുന്നുണ്ട്, അമ്മ എന്ത് വേണമെങ്കിലും പറഞ്ഞോ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് മിണ്ടാതിരിക്കുകയാണ്. അപ്പോൾ ഈ മുത്തശ്ശി പറയുന്നുണ്ട്, നീ ചെയ്ത് കൂട്ടിയ തെറ്റുകൾക്കൊക്കെ നിൻ്റെ കൂടെ നിന്നിരുന്ന ആരെങ്കിലും നിൻ്റെ കൂടെ ഇപ്പോൾ ഉണ്ടോ? നിന്നെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് രാധിക മോള് തന്നെ വേണ്ടി വന്ന് അല്ലേ എന്നുള്ള ഇങ്ങനെ കാര്യം ഇങ്ങനെ പറയാണ്. കാരണം നീയൊക്കെ എന്ന് പറയുന്നത് രാധിക മോളുടെ കാലിനടിയിലാണ് എന്നുള്ള കാര്യമൊക്കെ ഇങ്ങനെ ഈ മുത്തശ്ശി പറയുന്ന സമയത്ത് ഈ രാധിക പറയുന്നുണ്ട്, മുത്തശ്ശി മിണ്ടാതിരി, അങ്ങനെയൊന്നും പറയല്ലേ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് ഈ മുത്തശ്ശിനെയും കൂട്ടിയിട്ട് അവർ 3 പേരും അവിടെ നിന്ന് നേരെ വീട്ടിലേക്ക് അങ്ങ് കയറി വരികയാണ്. അവിടെയാണെങ്കിൽ പൂജയ്ക്കുള്ള തയ്യാറെടുപ്പുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ബാക്കിയുള്ള എല്ലാവരും അതിന് ചുറ്റുമുണ്ട്. ഈ വരുണിൻ്റെ അച്ഛനും അമ്മയും അതുപോലെ ചെറിയച്ഛനും ആ സേറയും അതുപോലെ ഈ ഗൗതം എല്ലാവരും അവിടെ തന്നെ ഉണ്ട്. അപ്പോൾ ഈ ഒരു സമയത്ത് ഇവർ 2 പേരും ഇങ്ങനെ ടെൻഷൻ അടിക്കുകയാണ്. ഈ ചന്ദ്രശേഖരനും സേറയും അവരിനി വരില്ലേ, വരാതിരുന്നാൽ നമ്മൾ എന്താ ചെയ്യുക എന്നുള്ള കാര്യം ഇങ്ങനെ ഈ ചന്ദ്രശേഖരനോട് സേറ എല്ലാം ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഈ ചന്ദ്രശേഖരൻ പറയുന്നുണ്ട്, പേടിക്കണ്ട, അവർ വന്നിട്ടില്ലെങ്കിൽ അതിന് പ്രതിവിധിയായിട്ട് ഈ പൂജാരി എന്തെങ്കിലുമൊക്കെ ചെയ്തോളും, അങ്ങനെ ടെൻഷൻ അടിക്കൊന്നും വേണ്ട എന്നൊക്കെ ഇങ്ങനെ ഈ സേറിനെ ഇങ്ങനെ പറഞ്ഞ് ആശ്വസിപ്പിക്കുന്നതൊക്കെ ഉണ്ട്. അപ്പോൾ ആ ഒരു സമയത്താണ് ഇവർ 2 പേരും അങ്ങ് വരുന്നത്. അത് ഊർവശിയുടെ തൊട്ട് പിന്നാലെ തന്നെ ഈ രാധികയും അതുപോലെ തന്നെ മുത്തശ്ശിയും കൂടി അങ്ങ് കയറി വരുന്നത് കാണുമ്പോൾ എല്ലാവർക്കും ഭയങ്കര ഒരു ആശ്വാസം തോന്നുകയാണ്. അവൻ പത്മിനിക്കാണെങ്കിൽ ഇവരെ കാണുമ്പോൾ ഭയങ്കര ഒരു സന്തോഷം വരികയാണ്. അപ്പോൾ ഈ മുത്തശ്ശിയും രാധികയെ നിൽക്കുന്നിടത്തേക്ക് ഈ പത്മിനിയും അതുപോലെ തന്നെ പരമേശ്വരനും ഓടി അങ്ങ് വരുന്നുണ്ട്. എന്നിട്ട് പരമേശ്വരൻ്റെ അമ്മയെന്നൊക്കെ പറഞ്ഞിട്ട് അമ്മനെ അങ്ങ് വാരി പുണരുന്നൊക്കെ ഉണ്ട്. അപ്പോൾ ആ ഒരു സമയത്ത് ഈ രാധികനെ കുറിച്ച് ഇങ്ങനെ ഈ മുത്തശ്ശി ഈ ചന്ദ്രശേഖരനോട് അങ്ങ് പറയുന്നുണ്ട്, അല്ല ചന്ദ്രശേഖരനെ, നീയാണ് ഇവളെ ഇവിടുന്ന് അടിച്ച് പുറത്താക്കിയത്, അപ്പം നീ തന്നെ പറ ഇവളിവിടെ നിൽക്കണ വേണ്ടെന്ന്, അല്ലെങ്കിൽ കാവൽക്കാരൻ പറയണമെന്നില്ല, ഇതിൻ്റെ വീടിൻ്റെ ഉടമസ്ഥൻ പറഞ്ഞാലും മതി ഇവളിവിടെ നിൽക്കണം ഇല്ല എന്നുള്ള കാര്യമൊക്കെ ഒന്ന് പെട്ടെന്ന് പറ എന്നൊക്കെ ഇങ്ങനെ ഈ മുത്തശ്ശി ഈ സേറിനോട് ഈ ചന്ദ്രശേഖരനോടും കൂടിയിട്ട് അങ്ങ് പറയാണ്. അപ്പോൾ ഈ ചന്ദ്രശേഖരൻ പറയുന്നുണ്ട്, അത് പിന്നെ അമ്മേ ഈ വീടിന് എന്തോ ഒരു ദോഷമുണ്ട്, അപ്പോൾ ആ ദോഷം മാറാൻ വേണ്ടിയിട്ടുള്ള പൂജാകർമ്മത്തിന് രാധികയും കൂടിയിട്ട് പങ്കെടുക്കണം എന്നാണ് ഈ പൂജ ചെയ്യുന്ന ഇയാൾ പറഞ്ഞിട്ടുള്ളത് എന്നുള്ള കാര്യം ഇങ്ങനെ മുത്തശ്ശനോട് പറയാണ്. അപ്പോൾ ഈ സേറൻ പറയുന്നുണ്ട്, ഈ കണിമംഗലത്തിൻ്റെ ദോഷം മാറ്റാൻ വേണ്ടിയിട്ട് ഇവർ 2 പേരും ഈ പൂജയിൽ പങ്കെടുക്കണം എന്നുള്ളതൊരു നിർബന്ധ കാര്യം തന്നെയാണ് എന്നുള്ള കാര്യം ഇങ്ങനെ പറയാണ്. അപ്പോൾ ഈ മുത്തശ്ശി പറയുന്നുണ്ട്, കണ്ടോ ഇപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ആവശ്യം വന്നപ്പോൾ ഈ രാധിക മോളെ തന്നെ വേണ്ടി വന്നു അല്ലേ, ഈ വീടിൻ്റെ മുറ്റത്ത് വീണത് അത് ഒരു പൊള്ളുന്ന ഒരു കണ്ണീരാണ്. ആ കണ്ണീരിന് എന്ന് പറഞ്ഞത് അത്രയും നല്ല ശക്തിയുണ്ട്. ഇപ്പോൾ ഇങ്ങനെ ഒരു പൂജയ്ക്ക് വേണ്ടിയിട്ട് നിങ്ങൾക്ക് രാധിക മോളുടെ താഴെ തന്നെ വന്ന് നിൽക്കേണ്ടി വന്നു. അതുകൊണ്ട് തന്നെ നിങ്ങളൊക്കെ എന്ന് പറയുന്നത് രാധിക മോളുടെ കാലിനടിയിലുള്ള അത്രയും ശക്തി മാത്രമേ ഉള്ളൂ നിങ്ങൾക്ക്. രാധിക മോൾക്ക് എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ ശക്തിയാണ് ഉള്ളത്. ദൈവം കനിഞ്ഞവളാണ് അവൾ. നിങ്ങൾ ഇത്ര നേടി പിടിച്ചിട്ടും എന്ത് ചെയ്തിട്ടും എന്താ കാര്യം? നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു നന്മ വരണമെന്നുണ്ടെങ്കിൽ അത് രാധിക മോൾ തീരുമാനിക്കണം. അപ്പോൾ അവളുടെ ഒരു പവർ തന്നെയാണ് ഇത് എന്നുള്ള കാര്യമൊക്കെ ഇങ്ങനെ മുത്തശ്ശി പറയാണ്. അപ്പോൾ രാധിക പറയുന്നുണ്ട്, അങ്ങനെയല്ല മുത്തശ്ശി, ഇനി ഞാൻ പറയാം എന്നൊക്കെ പറഞ്ഞിട്ട് അവളും കൂടിയിട്ട് അങ്ങ് പറയാണ്. അപ്പോൾ ഇവൾ പറയുന്നുണ്ട്, ഞാനിത് പറഞ്ഞത് ഈ പൂജയ്ക്ക് വന്നത് എന്ന് പറഞ്ഞത് കണിമംഗലത്തിൻ്റെ ദോഷം മാറാൻ വേണ്ടിയിട്ട് മാത്രമാണ്, അല്ലാതെ മറ്റൊരാൾക്കും വേണ്ടിയിട്ടൊന്നും അല്ല എന്നുള്ള കാര്യത്തിലാണ് എന്തായാലും രാധിക അങ്ങ് സംസാരിക്കുന്നത്. മാത്രമല്ല വരുണിൻ്റെ അച്ഛനും അമ്മയൊക്കെ താമസിക്കുന്ന ഒരു വീടാണിത്. അപ്പോൾ ആ വീട് നശിച്ചു പോകാതിരിക്കുന്നത് എൻ്റെയും കൂടി ആവശ്യമാണ്. അവർ നിൽക്കുന്നിടം നല്ല സന്തോഷമുള്ളൊരിടം തന്നെ ആയിരിക്കണം. അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ പൂജയ്ക്ക് വന്നത് എന്നുള്ള കാര്യമൊക്കെ അങ്ങനെ പറയാണ്. എന്നിട്ട് ഈ പൂജാരിക്ക് എന്തായാലും മുത്തശ്ശി ഇങ്ങനെ പരിചയപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്, ഇതാണ് രാധിക മോള് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട്. അപ്പോൾ ഇവർ പറയുന്നുണ്ട്, ഇത് ചന്ദ്രശേഖരൻ്റെ അമ്മ എന്നൊക്കെ പറഞ്ഞിട്ട് അവർ 2 പേരെ അങ്ങ് പരിചയപ്പെടുത്തുന്ന സമയത്ത് ഇയാൾ പറയുന്നുണ്ട്, നിങ്ങൾക്ക് കുടുംബത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര ശത്രുത ഉണ്ടെങ്കിലും ഒരു പൂജയ്ക്ക് വേണ്ടിയിട്ട് കുടുംബത്തിൻ്റെ നല്ലതിന് വേണ്ടിയിട്ട് ഒരുമിച്ച് നിന്നത് എന്തായാലും നല്ല കാര്യം തന്നെയാണ്, അങ്ങനെ തന്നെയാണ് വേണ്ടത് എന്നൊക്കെ ഇങ്ങനെ പറയാണ്. എന്നിട്ട് രാധികനെ അയാളുടെ അടുത്തേക്ക് അങ്ങ് വന്ന് ഇരുത്തുന്നൊക്കെ ഉണ്ട്, അത് ഈ പൂജാകർമ്മങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്. എന്നിട്ട് കുറച്ച് പൂക്കളൊക്കെ കൊടുത്തിട്ട് ഇനി ഇതിലേക്ക് അങ്ങ് ഇട്ടോളൂ എന്നൊക്കെ അങ്ങനെ പറഞ്ഞിട്ട് അവർക്ക് അങ്ങനെ പൂക്കളൊക്കെ ഇട്ട് ഇങ്ങനെ അവരുടെ ആ ഒരു കർമ്മങ്ങളൊക്കെ അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ബാക്കിയുള്ളവരൊക്കെ ചുറ്റും ഇരുന്ന് അങ്ങനെ പ്രാർത്ഥിക്കുന്നൊക്കെ ഉണ്ട്. അവിടെ പൂജാകർമ്മങ്ങൾക്ക് അവസാനം ഒരു നിലവിളക്കൊക്കെ തെളിച്ചിട്ട് അതിൽ നിന്നൊക്കെ ഇങ്ങനെ അവർക്ക് ചുറ്റും ഇങ്ങനെ തൊഴാൻ വേണ്ടിയിട്ടൊക്കെ ഇങ്ങനെ കൊടുക്കുന്നൊക്കെ ഉണ്ട്. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് അവസാനം ഈ ഒരു പൂജാരി ഒരു തുളസി പൂജിച്ചിട്ടുള്ള ഒരു തുളസിയുടെ ഒരു ചെടി അങ്ങ് എടുക്കുന്നുണ്ട്. എന്നിട്ട് രാധികയുടെ അടുത്ത് പോയിട്ട് ഈ തുളസി തറയിൽ നീ ഇത്
കുഴിച്ചിടണം എന്നുള്ള കാര്യം അങ്ങ് പറയാണ്. അപ്പോൾ ഇവള് ഓക്കെ എന്നൊക്കെ പറഞ്ഞിട്ട് അവരങ്ങ് എല്ലാവരും കൂടിയിട്ട് രാധികയുടെ പിന്നാലെ അങ്ങ് പോവുകയാണ്. രാധിക പെട്ടെന്ന് തന്നെ ആ ഒരു തുളസി തറയിലെത്തിയിട്ട് അത് ഇതിനകത്ത് അങ്ങ് കുഴിച്ചിടുകയാണ്. എന്നിട്ട് അവിടെ നിന്ന് കുറച്ച് വെള്ളമൊക്കെ തെളിച്ച് അവിടെ നിന്ന് കുറച്ച് പൂജാ കർമ്മങ്ങളൊക്കെ അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും ആ ഭാഗത്ത് എന്തായാലും എപ്പിസോഡ് അവസാനിച്ചിട്ടുണ്ട്. പിന്നെ ഇനി നാളത്തെ എപ്പിസോഡിൽ എന്താണെന്ന് വെച്ചാൽ ഈ ചന്ദ്രശേഖരനും സേറെ റൂമിൽ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ സേറ ഇങ്ങനെ ഭയങ്കര ദേഷ്യത്തിലാണ്. അപ്പോൾ ഈ സേറ ഇങ്ങനെ പറയുന്നുണ്ട്, അവൾ അവസാനം പറഞ്ഞത് കണ്ടില്ലേ, തെറ്റ് ചെയ്തവരൊക്കെ ശിക്ഷിക്കപ്പെടുമെന്ന്, അവളുടെ അഹങ്കാരം കണ്ടില്ലേ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് ഇങ്ങനെ പറയണേ. അപ്പോൾ അതിനർത്ഥം ഈ പൂജ കഴിഞ്ഞതിന് ശേഷം രാധിക പറഞ്ഞിട്ടുണ്ടാകും അവരോട് തെറ്റ് ചെയ്ത എല്ലാവർക്കും അവസാനം ശിക്ഷ കിട്ടിയിരിക്കും എന്നുള്ള കാര്യമൊക്കെ പറഞ്ഞിട്ടായിരിക്കും വേണമെങ്കിൽ അവൾ കണിമംഗലത്തിൽ നിന്ന് ഇറങ്ങിയത്. അപ്പോൾ അതിൻ്റെ ദേഷ്യമൊക്കെയാണ് ഈ സേറ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ തന്നെ ചന്ദ്രശേഖരൻ ഇവളോട് പറയുന്നുണ്ട്, അവളിങ്ങനെ രാകുന്നതൊന്നും നീ നോക്കണ്ട എന്നുള്ള കാര്യമൊക്കെ ഇങ്ങനെ ഈ ചന്ദ്രശേഖരന് സേറിനോട് ഇങ്ങനെ പറഞ്ഞ് ആശ്വസിപ്പിക്കുന്നൊക്കെ ഉണ്ട്. പിന്നെ ആ ഒരു മെൻ്റൽ ഹോസ്പിറ്റലിലേക്ക് ഈ ശ്യാമയുടെ അമൃതയുടെ അടുത്തേക്ക് രണ്ടാളുകൾ ഇങ്ങനെ കടന്നു വരുന്നൊക്കെ ഉണ്ട്. അപ്പോൾ അതാരാ എന്നൊന്നും കാണിക്കുന്നില്ല, അവരുടെ ആ ഒരു കാല് മാത്രമേ കാണിക്കുന്നുള്ളൂ. അപ്പോൾ ഇനി അടുത്തതായിട്ട് എന്താ സംഭവിക്കുകയില്ല എന്നൊക്കെ നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് എന്തായാലും ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് ഗൈസ്. അപ്പോൾ ഓക്കെ, നാളെ കാണാം. ബൈ ഓൾ.